ഇന്ന് നമുക്കൊരു കിടിലൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ? നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു നാരങ്ങ വെള്ളമാണിത്. മാത്രമല്ല നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ലൈമാണ് കേട്ടോ അത്. സൊഹാർ ലൈമാണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തരംഗായി മാറിയിട്ടുള്ള ലേറ്റസ്റ്റ് ലൈം ജ്യൂസ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കസ്കസ് ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കസ്കസ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വെച്ചാൽ മതി. അപ്പോഴേക്കും ഈ കസ്കസൊക്കെ നല്ല പോലെ വീർത്ത് വരും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് പഞ്ചസാര ഒന്ന് പൊടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പഞ്ചസാരക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഏലക്ക ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 ചെറിയ ഏലക്കയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാരയിലോട്ട് നമ്മൾ ഏലക്ക ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരക്ക് നല്ലൊരു ഏലക്കയുടെ ഫ്ലേവർ കിട്ടും. അപ്പോൾ പഞ്ചസാര ഏലക്ക ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൊഹാർ ലൈം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിലേക്ക് ആദ്യമായിട്ട് ചേർക്കാനുള്ളത് ഇഞ്ചി നീരാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ നീരെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പുതിന ജ്യൂസാണ്. അപ്പോൾ കുറച്ച് പുതിനയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം പുതിനയിലേൻ്റെ ജ്യൂസൊന്നും വേണമെന്നില്ല കേട്ടോ, കുറച്ച് മതി. പിന്നെ നാരങ്ങ നീര് വേണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ഗ്ലാസ്സിലേക്കും ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാരങ്ങ നീരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരം വേണോ വേണ്ടതെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. പഞ്ചസാര നിങ്ങളുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഭാഗത്തോളം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയും എല്ലാ ജ്യൂസും ഉണ്ടല്ലോ അതൊക്കെ നല്ല പോലെ ഒന്ന് മിക്സായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഇപ്പോൾ നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഐസ് ക്യൂബാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ്സിലേക്കും 2 ഐസ് ക്യൂബ് വീതമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള കസ്കസ് ഉണ്ടല്ലോ അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ വീതം 2 ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ സൊഹാർ ലൈമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഗ്ലാസ്സിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നല്ല ഫ്ലേവറും കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ജ്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ കളറൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഒരെണ്ണത്തിലേക്ക് ബീട്രൂട്ട് വേവിച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് വേവിച്ചിട്ട് ആ വെള്ളമാണ് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ബീട്രൂട്ടിൻ്റെ കളർ കിട്ടും നമ്മുടെ സൊഹാർ ലൈമിന്. പക്ഷേ ബീട്രൂട്ടിൻ്റെ ഫ്ലേവറൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ബീട്രൂട്ട് വേവിച്ച വെള്ളം ചേർത്തത്. അപ്പോൾ നമ്മുടെ സൊഹാർ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൊഹാർ ലൈം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളത്തിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ സൊഹാർ ലൈമിൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടില റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്